പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തെ ആശ്രയിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപതിരെ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സങ്കടം അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരും മനസ്സ് കെട്ടുപോയവർ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിൽ നമ്മൾ കർത്താവ് മനസ്സ് നിറഞ്ഞ്
പറഞ്ഞ ഒരു വല്ലാത്ത കഥയാണ് ദ സ്റ്റോറി ഓഫ് ദി പ്രൊഡിഗൽ സൺ, ധൂർത്തപുത്രൻ്റെ കഥ. അതിന് ഇടക്കാലം കൊണ്ട് സ്നേഹപിതാവിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ വ്യാഖ്യാനക്കാർ അതിനെ കുറച്ച് മസാലകൾ ചേർക്കുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് അത് തൻ്റെ കൂടെ നിന്ന് എല്ലാം ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അനുഭവിച്ച ഒരു മകൻ്റെ കഥ കൂടിയാണത്. അത് മൂത്ത മകനാണ്. നമ്മൾ ഈ ആഴ്ചയുള്ള ധ്യാനങ്ങളെല്ലാം ഒരു പൊളിച്ചെഴുത്തും ഒരു പുനർവായനയുമാണ്. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഇളയ മകൻ അവനെല്ലാം നശിപ്പിച്ച് ദൂർത്തടിച്ച് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവൻ ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ ദാസന്മാർ എത്രയോ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. അതൊരു ഡിസിഷനാണ്, തീരുമാനം. എല്ലാ മാനസാന്തരങ്ങൾക്കും ഒരു തീരുമാനമുണ്ട്. തീരുമാനമില്ലാത്ത വെറും ആശയങ്ങൾ മാത്രമായ മാനസാന്തരം സുവിശേഷത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമല്ല. ഒരു ഡിസിഷൻ, സക്കേവസും ഒരു ഡിസിഷൻ എടുത്തതാണ്. ഞാൻ എൻ്റെ ആടെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നത് എല്ലാം തീരുമാനമാണ്. എപ്പോഴും ഒരു മാനസാന്തര അനുഭവത്തിൻ്റെ തീരുമാനം ഉണ്ടാകണം. അതുപോലെ ഇദ്ദേഹം ഒരു തീരുമാനം എടുത്തതിൽ ഒരു ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു തീരുമാനം എന്താണെന്നറിയാമോ? ഒരു തീരുമാനം, ഇയാൾ വേശ്യകളുടെ കൂടെ സ്വത്ത് ധൂർത്തടിച്ചെന്ന് പറയുന്നത് ആരോപണം മാത്രമാണ്. നമുക്കറിയത്തില്ല, ചേട്ടായി പറയുന്നൊരു ആരോപണമാണ്. ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ തെറ്റാകും. പക്ഷെ കാശ് പോയെന്നുള്ള കാര്യം സത്യമാണ്. ഗതികെട്ട് നസിഞ്ഞ് നാറാണക്കല്ലും പറിച്ച് തിരിച്ചു വന്നു എന്നുള്ള കാര്യവും സത്യമാണ്. പക്ഷെ എന്നാലും അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞാനത് റീഫണ്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൻ്റെ വീട്ടിലത് നിർത്തിയാൽ മതി, ഞാനത് റീഫണ്ട് ചെയ്തോളാം, ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നെ ആവുന്നവരെ, മരണം വരെ ജോലി എടുത്താലും ശരി, അപ്പന് നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറയും. അതൊരു വല്ലാത്ത വാക്കാണ് ശരിക്കും. ലുക്കാ 15:18, ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ അവനോട് പറയും. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇപ്പൊ അത് അവന്റെ ഒരു സോളിലോക്കിയാണ്. അവന്റെ മനസാക്ഷി അവനെ ധ്യാനിപ്പിക്കുക. ധനഗുരുവില്ല, ധനകേന്ദ്രമില്ല, നല്ല നാട്ടുകാരില്ല പറഞ്ഞു കൊടുക്കാൻ. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് മനസാക്ഷി തന്നെയാണ് അവൻ്റെ ധ്യാനഗുരു. കാര്യം നമ്മുടെ തെറ്റും ശരിയൊക്കെ നമ്മുടെ മനസാക്ഷിക്ക് അറിയാം. പക്ഷേ ചില ആൾക്കാർ ദുരഭിമാനം കൊണ്ട്, ഞാൻ ഈ ധൂർത്തപുത്രനെ തിരിച്ചു വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവന് ദുരഭിമാനം ഇല്ലെന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാനെ കുറിച്ച്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ധൂർത്തപുത്രൻ്റെ മനസ്സിൽ അവനൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ ഒരു വിഷയം എന്താണെന്നറിയാവോ? അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിത് റീഫണ്ട് ചെയ്തോളാം. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഭീമമായ തുകയാണ്. എന്നാൽ ആ മനുഷ്യന് ഒരു ആഗ്രഹമുണ്ട്, എന്താണ്? പരിഹാരം ചെയ്യണമെന്ന്. നോൻപുകാലം പരിഹാരത്തിൻ്റെ കാലമാണ്. നമ്മൾ ഇപ്പോഴ് ആണ്ടുകുംഭാസം നടത്തുമ്പോൾ പോലും ആ പരിഹാരം ഒരു കാലികമായ തിന്മയിൽ നിന്നുള്ളൊരു പരിഹാരത്തിനാണ് നമ്മൾ പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രായശ്ചിത്തം നമ്മൾ ചൊല്ലുകയാണ് ചെയ്യണത്. ഇയാൾ പറയണത് ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം എന്നാണ് പറയണത്. പ്രായശ്ചിത്തം ചൊല്ലാൻ ആർക്കും കഴിയും, അവിടെ മുട്ടയെന്ന് മൂസ്രഗ്രസ്തനായി ചൊല്ലിട്ട് പോന്നാൽ മതി. പക്ഷേ ഇയാളങ്ങനെയല്ല പറയണത്. അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാമെന്ന്. ഇത് ദൈവദർശന സ്വീകാര്യമായ കർത്താവിൻ്റെ മനസ്സിലിരിപ്പാണ്. ഈ കഥയെല്ലാം വരണം എവിടെ നിന്നാണ്? കർത്താവ് എങ്ങനെയാണ് ഒരു പാപിയെ കാണുന്നത്? പ്രായശ്ചിത്തം ചൊല്ലുന്നവരെ അല്ല. അയാൾ പറയുന്നുണ്ട്, അങ്ങക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്നൊക്കെ ഏറ്റു പറയുന്നുണ്ട് അയാൾ. പക്ഷെ പ്രായശ്ചിത്തം അയാൾ ചെല്ലുകയല്ല ചെയ്യണത്, പ്രായശ്ചിത്തം ചെയ്തോളാമെന്ന് പറയണതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ നോമ്പുകാലത്ത് ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങേക്ക് നൽകിയ വിശുദ്ധിയും വരപ്രസാദവും
അങ്ങനെക്ക് നൽകിയ വിശുദ്ധിയും വരപ്രസാദവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ കൃപയിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധ രക്തത്തിനെതിരായി ചെയ്ത പാപങ്ങളെ ഓർത്ത് അങ്ങയുടെ കൃപയിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ ഓർത്തും ഞാൻ പശ്ചാത്തപിക്കുന്നു. അങ്ങനെ സംഭവിച്ചു പോയതിൽ ഞാൻ ഖേദിക്കുകയും എന്റെ പാപങ്ങൾക്കെല്ലാം ധൂർത്തപുത്രനെ പോലെ അക്ഷരാർത്ഥത്തിലെ പരിഹാരം ചെയ്യാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങളവർക്ക് എന്താണ് പശ്ചാത്താപം, എന്താണ് പരിഹാരം ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങളൊരു അബോർഷനാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അബോർഷന്റെ പരിഹാരം എന്താ? 2-3 പരിഹാരങ്ങളുണ്ട്. ഒന്ന്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക, അല്ലേ? പഠിക്കാത്ത കുഞ്ഞുങ്ങൾ, അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, അപ്പം മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരിക്കുന്നത് ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുകയാണ്. ചെറിയൊരു വരുമാനത്തിലാണ്, പക്ഷേ ആ വരുമാനം കൊണ്ട് എന്താകാനാണ്? ഓട്ടിസമുള്ള ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരു അമ്മക്ക് പറ്റില്ല. അപ്പോഴാണ് 5-6 കുഞ്ഞുങ്ങളെ ഒരമ്മ വളർത്തിക്കൊണ്ട് വരണത്. അപ്പോൾ അത് ഉള്ളിലൊരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് ചില അനാഥാലയങ്ങളിൽ പോയി പ്രായമായവരുടെ ഉടുപ്പൊക്കെ അലക്കി കൊടുക്കുകയും അവർക്ക് ഇങ്ങനെ ബോധമില്ലാതെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരെ കഴുകുന്നില്ലേ? ഇപ്പം കന്യാസിമാർ 2 പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. ഓരോരുത്തരെ കഴുകി വരുമ്പോൾ തന്നെ മണി 12 ആവും. അത് നിസ്സാര കാര്യമില്ല. അപ്പം നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി എന്ന് പറഞ്ഞാൽ ആ ദൈവവിളിയുടെയൊക്കെ മുമ്പിൽ നമ്മൾ തൊപ്പിയെടുത്ത് ഹാറ്റ് ഓഫ് ചെയ്യേണ്ടി വരുമോ? കാര്യം ഞാനൊരു ജന്മന വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു കോൺവെൻറ്റിൽ വയനാട്ടിലോ എവിടെ അപ്പോൾ DSSകാരുടെ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. 2 സിസ്റ്റർമാർ ആ ജന്മം മൊത്തം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവിടെ അമ്മമാർ പോലും നോക്കണതിനേക്കാളുമാണ് അവർ നോക്കുന്നത്. എനിക്കത് എങ്ങനെ അവർ ചെയ്യണമെന്ന്, ഈ ക്രിസ്ത്യൻ ചാരിറ്റി എന്ന് പറയുന്നത് ബൈബിളിൽ ഉള്ളതിനേക്കാളും പവർഫുള്ളായിട്ടാണ് ഈ പലരും ചെയ്യണത് ഇന്നത്തെ കാലത്ത്. അതാണ് പരിഹാരം ചെയ്യുക. മറ്റുള്ളവരുടെ തിന്മകൾക്ക് പോലും നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ദൈവത്തിരുസേന റിട്ടാലിയേഷൻ സംഭവിക്കും, നീതീകരിക്കപ്പെടുകയും അതിൻ്റെ ഓഹരി കൃപയായി ചൊരിഞ്ഞു കിട്ടുകയും നമ്മുടെ ആത്മാ പുണ്യപ്പെടുകയും ചെയ്യുന്നൊരു കാലമാണ് നോൻപ് കാലം. ഇത് ചെയ്യണേ. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. കാര്യം അമ്മയാണ് നിൻ്റെ മധ്യസ്ഥ, അമ്മയാണ് ഉടമ്പടിയുടെ നിൻ്റെ മാതൃക. നീ അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾ കുരിശൊക്കെ കണ്ടാലും നിങ്ങൾ പതറരുത്. അയ്യോ, ഞാൻ ഉടമ്പടി എടുത്താണല്ലോ, എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞോളൂ. നീ പതറരുത്. പറിച്ച് അവിടെ ഉറച്ച് നിൽക്കണം. ഉറച്ച് നിൽക്കുമ്പോഴെന്താ സംഭവിച്ചതിൽ ദൈവം ഇതുകൊണ്ട് ഉദ്ദേശിക്കണത് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് ഏത് വിധേനയും നിന്നെ ഹെൽപ്പ് ചെയ്യാമല്ലോ. ഇപ്പോൾ ജപ്തി നടപടി, ഞാൻ എൻ്റെ ഈ ജപ്തി നടപടി പേപ്പർ കൊണ്ടുവരുമ്പോൾ ഞാൻ ചുമ്മാ എന്ന് ചോദിക്കും, വല്ല സ്ഥലവും വിൽക്കാനുണ്ടോ, വല്ലതും പൈസ തരാനുണ്ടോ? എൻ്റെ അച്ഛാ കാലണ തരാനില്ല. അപ്പോൾ ഞാൻ പറയും സാരമില്ല, നമ്മളിത് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടത്. കാര്യം ഞാൻ കുറേ ജപ്തി നടപടി കണ്ടിട്ടുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ഇത് മാറ്റണമെന്ന് നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ വന്ന് നിൽക്കുന്നതിന് വരെ നിൽക്കും. മുട്ട നിന്ന് ആ ജപ്തി നടപടി അമ്മയ്ക്ക് ഏൽപ്പിക്കും. എന്നിട്ട് പറയും ഒരു കാശുരം കൊടുത്ത് വിടും. എന്താ കാര്യം, അമ്മ കൂടെ ഉണ്ടാവും. ഇനി ഈ സാധനം വിറ്റുപോയാലും അമ്മയുടെ റിസ്ക്കാണ് നിനക്ക് പുതിയ വീടും സ്ഥലവും തരേണ്ടത്. അപ്പോൾ നീ അത് ഫോളോ ചെയ്ത് പോകണം. അത് ഫസ്റ്റ് ഫേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈഡർ ഉണ്ടായി മൈൻഡ് ചെയ്ത് നീ ഇങ്ങനെ പല ഈഡർ വഴി മാതാവ് കണ്ടതല്ലേ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അമ്മയും മകനും സംസാരിക്കാത്ത മറിയത്തിൻ്റെ മൗനം എത്രയോ ഭാഗമായിട്ട് എത്രയോ കാലം അവർ കുറിച്ച് കണ്ടതാണ്. പക്ഷെ അവർ പതറത്തില്ല, അവർ മുന്നോട്ട് തന്നെ പോകും. അതുപോലെ നിങ്ങളും വിശ്വാസത്തിൽ ഉടമ്പടിയുടെ ബലത്തിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കത്തില്ല. പക്ഷേ എന്താ കാര്യം എന്താ വെച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മനസ്സിൽ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നതാണ്. പ്രാർത്ഥിച്ചപ്പോൾ തന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പോയി, അതാണ് സത്യം. എന്ന് വെച്ചാൽ ഈശോ എന്താ പറഞ്ഞത്? അത്താഴ വരുന്നില്ലേ എന്താ ഈശോ പറഞ്ഞത്? അതായത് മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാനിനി പാനം ചെയ്യുകയില്ല. എന്താ കാര്യം? എൻ്റെ പിതാവിൻ്റെ മേശയിൽ നവമായി പാനം ചെയ്യുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? മുന്തിരിയുടെ ഫലം എന്ന് അറിയാമല്ലോ, വീഞ്ഞാണ്. അത് ഫിസിക്കൽ. നമുക്ക് കനായിലെ കല്യാണത്തിൽ എന്താ സംഭവിക്കുന്നത്? വെള്ളം വീഞ്ഞായി മാറുകയാണ്. ഫിസിക്കൽ ഫേവേഴ്സാണ് മുന്തിരിയുടെ ഫലം എന്ന് പറയുന്നത്. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, കാഷ് ആൻഡ് കൈൻഡായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഫിസിക്കൽ ഫേവേഴ്സ്. അതിനെ നമ്മൾ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഈ കൊടുത്ത പോയിന്റ്. കർത്താവുമായിട്ട് ഇടപെടുമ്പോൾ എല്ലാം ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിരിക്കരുത്. അല്ലാതെ എൻ്റെ അലപ്പിലുള്ള വിളക്കും ഉരക്കണ പോലെ സാത്താമേനെ പോലെ അല്ല ദൈവിക നടപടികൾ. നിങ്ങൾ ഈശോ ഉദാഹരണത്തിന്, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് ഈശോ പറഞ്ഞവർക്കുണ്ടോ? എപ്പോഴാണ് പറഞ്ഞത്?
ഈ സമരിയക്കാരിയുമായിട്ട് ഈശോ സംസാരിച്ചില്ലേ? സമരിയക്കാരിയുമായിട്ട് ഈശോ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാർ ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കടയിൽ പോയിട്ട് വരണ ഉച്ചക്ക് വരുന്ന സമയത്ത് ഇവർ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സ്ത്രീയോട് സംസാരിക്കുമ്പോൾ 10 ദിവസം ചോദിക്കും, ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറയും അല്ലേ? ഗുരു ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഈശോ എന്താ പറയണത്? നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. അത് 4:37 അത് അതിമനോഹരമായിട്ട് 4:32 യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് 4:32 നിങ്ങളറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയും. അപ്പോൾ ഈശോയ്ക്ക് മാത്രമല്ല നമുക്കും ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായ? നമ്മുടെ ജീവിതത്തിലും നമ്മളറിയാത്ത ഒരു ഭക്ഷണം ഉണ്ടാവും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലേ? ഇത് ദൈവവചനമാണ്. അതായത് ഈശോയ്ക്ക് 4:32 നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളറിയാത്ത ഒരു ഭക്ഷണം ഉണ്ടാകും. അതെന്തായിരിക്കും അത്? അത് 4:34. അത് യോഹന്നാൻ്റെ 4:34. യോഹന്നാൻ 4:34 എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളറിയാത്ത, ഇപ്പം നിങ്ങളൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇപ്പം ജപ്തി നടപടിക്ക് വേണ്ടി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷേ വീട് ജപ്തി ചെയ്ത് പോയി. പക്ഷേ ഇവിടെ ജപ്തി ചെയ്ത് നിങ്ങളും ഭാര്യയും കുഞ്ഞുങ്ങളും ഇറങ്ങി, കണ്ണീരോടെ ഇറങ്ങി എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ ചാപ്റ്റർ ക്ലോസ് ആകത്തില്ല. ഒന്നിറങ്ങിയ നേരം വിളിക്കുമോ? എൻ്റെ അടുത്ത് വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഒന്നുമില്ല അച്ഛാ, ഉപ്പ് ചിരട്ടേ ഉള്ളെന്ന്. എന്താ കാര്യം? എനിക്ക് ഒന്നും തരാതെയാണ് ഞങ്ങളെ ഇറക്കി വിട്ടതെന്ന്. കാരണം അമ്മായിയമ്മയും മരുമകളും കൂടി കുടിയ യുദ്ധം. അപ്പോൾ അമ്മായിയമ്മ അവിടെ വന്ന കാലത്ത് വെള്ളക്കുഴിയൊക്കെ ഇരുന്ന് അവർ മണ്ണ് ചുവന്നൊക്കെയാണ് ആ സാധനം നിവർത്തിയെടുത്ത് അവിടെ വീടൊക്കെ വെച്ചപ്പോൾ അവിടെ അസ്ഥി കണ്ടിച്ചു പോയി. അപ്പം മരുമകൾ അവർക്കിതൊന്നും അറിയത്തില്ലല്ലേ. അവർ അമ്മായിയമ്മ അവരിത്രയും കഷ്ടപ്പെട്ട വേർപ്പ് ചിന്തയെ കാരണം ഇവളുടെ ഒരു കാര്യം അംഗീകരിക്കത്തില്ല. മര്യാദ കടങ്ങി ഒതുക്കി ഞാൻ ഉണ്ടാക്കി അനുഭവിച്ചൂടെ കിടന്നാൽ മതി എന്നുള്ള നിലപാടാണത്. അങ്ങനെ നിങ്ങൾ നിലപാടൊന്നും എടുക്കരുത് കേട്ടാ. ദൈവത്തെ നിരക്കാത്ത ഒരു നിലപാട് ഉടമ്പടിക്കാലത്ത് എടുക്കരുത്. എന്നാൽ അത് കഴിഞ്ഞ് എടുക്കാവുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു മര്യാദ സമീപനമാണ് ഇവിടെ വേണ്ടത്. ഇവിടെ നമ്മൾ യുദ്ധമായി, പക്ഷേ ഇനി യുദ്ധമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യുദ്ധം വന്നു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇറങ്ങാതെ പറ്റത്തില്ല. കാര്യം ഒരിക്കലും ഒരു കുടുംബകലഹം ഒരു വാശിയിലേക്ക് കൊണ്ടുവരുന്ന വെക്കരുത്. വാശിയായ പിന്നെ ഞാനോ നീയോ എന്നുള്ള വിഷയം വരും. അത് പിന്നെ ലോകാരൂപി വന്നിട്ട് ദുഷ്ടാരൂപിയിലേക്ക് പ്രവേശിക്കും. അത് ഇപ്പോൾ ലോകാരൂപിയാണ് തുടങ്ങണമെങ്കിലും അത് പിന്നീട് ദുഷ്ടാരൂപിയായി പോകും. അങ്ങനെ വരുമ്പോൾ കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയും. അങ്ങനെയാണ് വിവാഹമോചനങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നത്. ഇതിന് കഥയൊന്നുമില്ല. പക്ഷേ മറിയത്തെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് തൻ്റെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു. വിട്ടുകളയാൻ പറയലേ, വിട്ടുകളാം. പല കാര്യങ്ങളും നമ്മൾ ആവശ്യമില്ലാത്ത ഈ ലോകാരൂപിയെ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വിട്ടുകളഞ്ഞേക്കണം. മനസ്സിലായില്ലേ? ലോകാരൂപിയെ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ജയിക്കട്ടെ, ഞാൻ തോക്കട്ടെ, കർത്താവ് എന്നെ തോൽപ്പിച്ചാലേ ഞാൻ തോക്കത്തുള്ളൂ എന്നുള്ള ബോധം ഒരു വിശ്വാസിക്കുണ്ടാകണം. അല്ലാതെ അമ്മായിയമ്മ തോൽപ്പിച്ചാൽ ഞാൻ തോക്കും, മരുമകളെ തോൽപ്പിച്ചാൽ ഞാൻ തോക്കും എന്ന് പറയരുത്. അയൽവാസിയെ തോൽപ്പിച്ചാൽ ഞാൻ തോക്കും, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലിരിക്കുന്ന ആൾക്കാർ പാരവെപ്പുകാരും തോൽപ്പിച്ചാൽ തോക്കും എന്ന് പറയരുത്. കർത്താവ് തോൽപ്പിച്ചാലേ ഞാൻ തോക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ വിനയത്തോട് നിൽക്കണം. ഇപ്പം ജപ്തി നടപടി വന്നൊരു കേസാണ് ഞാൻ പറയണത്. നീ വിനയത്തോടെ നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞ് നീ വിനയത്തോടെ നിൽക്കൂ, നീ ഇതിൻ്റെ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാനൊരു കാശുരൂപം വെഞ്ചരിച്ച് കൊടുത്തു. എന്തിനാണ്? കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകും. കർത്താവിന് അറിയാത്ത ആഹാരമൊക്കെ ഉണ്ടല്ലോ, നമ്മളറിയാത്ത വഴിയുണ്ടല്ലോ. നിങ്ങളറിയാത്ത ആഹാരമില്ലേ? അതിപ്പോഴും ഓർത്തേക്കണം നിങ്ങൾ. നമ്മളറിയാവുന്ന ആഹാരമല്ല, നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയല്ല, ഈ 4:34 അറിയാത്ത ആഹാരം. അതെന്താണ്? പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് നീ ജീവിക്കണം. അവൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വീട് വെഞ്ചരിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു വീട് വെഞ്ചരിപ്പാ, നിനക്ക് സ്ഥലമൊക്കെ എടുത്താൽ? അച്ഛൻ സ്ഥലവും എടുത്തു, വീടും വെച്ചു. അച്ഛൻ വന്ന് വെഞ്ചരിക്കണം. ഞാൻ ഞാൻ വരത്തില്ല, നിങ്ങൾ ആദ്യം വികാരിച്ചതിനല്ല എൻ്റെ ചാർജ്. പുള്ളിക്കാരനെ വിളിച്ച് വെഞ്ചരിക്കുക, ഞാൻ ആ വഴിക്ക് പോണ വശത്ത് കയറിക്കൊള്ളാം എന്ന് പറയും. ഞാൻ ചെന്നപ്പോൾ ഒരു അടിപൊളി സൂപ്പർ വീട്. ആര് കൊടുത്തതാണ്? ദൈവം കൊടുത്തതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഈടറിവിൽ വന്നു പോയല്ലോ, എല്ലാം തകർന്നല്ലോ എന്നൊരിക്കലും പറയത്തില്ല. കാര്യം ദൈവം നിങ്ങളിലേക്ക് നിന്ന് പോയാൽ മാത്രമേ നമുക്ക് തകർച്ച ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഒരു മകനെ വണ്ടി ഇടിച്ച് മരിച്ച് 21 വയസ്സുകാരനാണ്, എല്ലാം തകർന്നിട്ട് ഇല്ല. അമ്മച്ച സാക്ഷ്യം പറയുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ കൂടെ ഒട്ടി നിന്നതിലെ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയതിൽ, ദൈവത്തിൻ്റെ അറിയാത്ത ആഹാരമാകുന്ന ദൈവത്തിൻ്റെ തിരുമനസ്, അതല്ലേ എന്താണ്? യോഹന്നാൻ 4:34 എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരമെന്ന്. അപ്പോൾ അതിനെയല്ലേ ഈശോ പറയണത് 15:14 ഉറക്കത്തെ താഴത്തിൽ ഈശോ പറഞ്ഞതല്ലേ? മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് എൻ്റെ പിതാവിൻ്റെ മേശയിൽ നവമായി ഇത് പാനം ചെയ്യുന്നത് വരെ ഞാൻ എൻ്റെ ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. പിതാവിൻ്റെ മേശ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യ മേശ അല്ല, കുരിശാണ് ആ മേശ. മുന്തിരിയുടെ ഫലം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പീഡാസകരത്തിൻ്റെ വിശുദ്ധ രക്തം ചിന്തനാണ് വിഷയം. അതും പിതാവിൻ്റെ ഇഷ്ടമാണ്.
ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമെന്നാണ്. എൻ്റെ ആഹാരം അതാണെന്നാണ് പറയണത്. അതിന് ഈ മർക്കോസിൻ്റെ 4:15 യോഹന്നാൻ്റെ 4:34 ബന്ധം. എന്താണ്? മുന്തിരിയുടെ ഫലം. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും ഗെത്സെമനയിലെ പ്രാർത്ഥന ഫലിക്കത്തില്ലെന്ന്. വ്യക്തമല്ലേ? ഗെത്സെമനിലെ പ്രാർത്ഥന സോഹ, ഫലിക്കത്തില്ല എന്ന് നമുക്ക് എപ്പോഴും മനസ്സിലാകും. ഈശോയ്ക്ക് മനസ്സിലായി. അതായത് മുന്തിരിയുടെ ഫലം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫേവേഴ്സാണ്. മുന്തിരിച്ചാറല്ലേ ഈശോയിലെ വെള്ളം വീഞ്ഞാക്കണത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഭൗതിക അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. ഈ ഭൗതിക അനുഗ്രഹം എന്ന് പറയണത്, പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ അതൊരു ഭൗതിക അനുഗ്രഹമായിട്ട് യേശുവിൻ്റെ മരണത്തിൽ നിന്നുള്ള വിമോചനമായ ഫിസിക്കൽ ഫേവേഴ്സായ ഭൗതിക അനുഗ്രഹമാണ്. അത് വർക്ക് ചെയ്യത്തില്ലെന്ന് നമുക്ക് കർത്താവ് ഒടുക്കത്തെ അത്താഴത്തിൽ പ്രാർത്ഥനയ്ക്ക് മനസ്സിലാകും. ഈ മുന്തിരിയുടെ ഫലം 14:25 മർക്കോസിൻ്റെ 14:25 ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പിതാവിൻ്റെ മേശയിൽ നവമായി പാനം ചെയ്യുന്നവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. ദാറ്റ് മീൻസ് അപ്പം തന്നെ മനസ്സിലാകും പിതാവിൻ്റെ ആഹാരമാണ് കഴിക്കാൻ പോകുന്നതെന്ന്. ഇതേതാണ്? ഇത് യോഹന്നാൻ്റെ 4:34. എന്താണ് ഞാൻ 4:34 പറയണത്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. അപ്പോൾ ഈ മുന്തിരിയുടെ ഫലം, പിതാവിൻ്റെ മേശയിൽ നിന്ന് കഴിക്കാൻ പോകുന്ന മുന്തിരിയുടെ ഫലം എന്താണ്? പിതാവിൻ്റെ ഇഷ്ടമാണ്. അതെന്താണ്? കുരിശുമരണമാണ്. അപ്പോൾ കുരിശുമരണത്തിന് കർത്താവ് ഒടുക്കത്തെ അത്താഴത്തിൽ വെച്ച് തന്നെ അതിനെ ഈശോ സ്വീകരിക്കുന്നുണ്ട്. കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ ക്ലേശങ്ങളെയും ദൈവനാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നീ സുവിശേഷത്തിന് സാക്ഷിയാകണത്. കൈയ്യടിച്ച് ഈ പാനപാത്രം നിങ്ങളോടൊത്ത് പാനം ചെയ്യാൻ ഞാൻ എന്തുമാത്രം കൊതിച്ചിരുന്നു എന്ന് ചോദിക്കണേ. എന്താ? അതും അറിയാത്ത ആഹാരമായ പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവിൻ്റെ ഇഷ്ടം ബേസിക്കായിട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? യേശുവിനെ കുരിശുമരണത്തിലൂടെ പാപത്തിന് പരിഹാരം ചെയ്യുന്നത് അല്ല, അതൊരു മാർഗമാണ്. കുരിശുമരണം ഒരു ലക്ഷ്യമല്ല, കുരിശുമരണം ഒരു മാർഗമാണ്. എന്താണ് എൻ്റെ ലക്ഷ്യം? എന്താ? ഈ ഓശാന ഞായറാഴ്ചത്തെ നമ്മുടെ വലിയ ജയഘോഷ യാത്ര തൊട്ട് അങ്ങ് ഉയർത്തെഴുന്നേൽപ്പ് വരെ ഉള്ള എല്ലാ സുവിശേഷ രക്ഷാകര നടപടിക്രമങ്ങളിലെ അതെല്ലാം ഒരു മാർഗങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അതിനൊരു ലക്ഷ്യമുണ്ട്. കുരിശുമരണം ഒരു ലക്ഷ്യമല്ല, കുരിശുമരണം ഒരു മാർഗമാണ്. എന്താണ് ലക്ഷ്യം? അപ്പോഴേ തിങ്കൾ ചൊവ്വ ബുധൻ തൊട്ടിനി വലിയ ശനിയാഴ്ച വരെ വിശുദ്ധ വാരമാണ്, ഉയർപ്പ് വരെ. അപ്പോൾ അതിൻ്റെ ധ്യാനമാണ് നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അന്തർധാരകൾ അറിഞ്ഞില്ലെങ്കിൽ ഇത് ചുമ്മാ ഒരു ആചാരത്തിൻ്റെ എന്തോ ഒരു അനുസ്മരണമായിട്ട് മാറും. അതല്ല വിഷയം. ഈശോ എന്തിനു ക്രൂശിക്കപ്പെട്ടു? ഈശോ എന്തിനു ഗെത്സെമനിൽ ചോര ഉയർത്തു? ഈശോ എന്തിനു അന്ത്യത്താഴം സ്ഥാപിച്ചു? ഈശോ എന്തിനു ഓശാന പെരുന്നാൾ നടത്തി? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തിനെ നമ്മൾ അറിയണം. അത് അറിയുമ്പോഴാണ് സുവിശേഷത്തിൻ്റെ രഹസ്യം വരണത്. രക്ഷാകര നടപടിയെന്ന് നമ്മൾ പൊതുവെ പറയും. മനുഷ്യനെ പാപത്തിന് പരിഹാരം, മനുഷ്യപ്രകൃതിയെ മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ദൈവം തന്നെ മനുഷ്യപ്രകൃതിയിൽ പരിഹാരം ചെയ്ത നടപടിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തു ഉയർപ്പ് വിശ്വസിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ഉയർപ്പ് പങ്കാളികളാകുന്ന ഒരു രക്ഷാകര ആധ്യാത്മിക ക്രമീകരണേക്കാൾ ഉപരി ഇതിൽ വേറെ ഒരു ആന്തരികമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മുടെ ഉടമ്പടിയുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. അത് നിങ്ങൾ അറിയണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിതാവിനെ സ്വതന്ത്രമാക്കുന്നതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. പിതാവിനെ സ്വതന്ത്രമാക്കുന്നത് ഈ കൃപാസനത്തിലുള്ളത് ആരാണ്? ഹോളി ഓഫ് ഹോളീസിൽ സാന്നിധ്യം നൽകുന്ന പിതാവിൻ്റെ സാന്നിധ്യമാണ്. പിതാവിനെ ഇവർ എന്നാ ചെയ്തിരിക്കുന്നത്? പിതാവിൻ്റെ സാന്നിധ്യമാണ്. പിതാവിനെ ഇവർ എന്താ, ഈ യഹൂദന്മാർ എന്നാ ചെയ്ത്, പിതാവായ ദൈവത്തെ എന്നാ ചെയ്തിരിക്കുന്നത്? അവരവിടെ ഹോളി ഓഫ് ഹോളീസിൽ തന്നെ കർട്ടനിട്ട് മൂടി. പിന്നെ പുറത്തുള്ള ആൾക്കാരും അകത്തോട്ട് നോക്കാതിരിക്കാൻ വേണ്ടി ദേവാലയത്തിൻ്റെ മുന്നിലും കർട്ടനിട്ട് മൂടി. 2 കർട്ടനാണ് ഇവർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കാലാന്തരത്തിൽ ദൈവഹിതപ്രകാരം അല്ലാതെ വന്ന സാധനമാണ്. മനുഷ്യനെ ദൈവത്തിന് അകറ്റാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സവർണ മേധാവിത്വത്തിൻ്റെ ഭാഗമായി ഫരിസേയ പൗരോഹിത്യം ഉണ്ടാക്കിയ സാധനമാണിത്. എന്താണ്? ഹോളി ഓഫ് ഹോളീസിൽ ഒരു കർട്ടൻ, അതിനുശേഷം പുറത്തും ദേവാലയത്തിൻ്റെ വാതിക്കൽ ഒരു കർട്ടൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനീ കർട്ടൻ ഇട്ടിരിക്കുന്നത് അറിയാമോ? സോളമൻ്റെ കാലത്ത് ഈ കർട്ടൻ ഇല്ലായിരുന്നു. സോളമനാണല്ലോ ദേവാലയം പണിതത്. നമ്മൾ കുരിശുമരണവും ദേവാലയവും തമ്മിലാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്, പിതാവുമായിട്ടാണ് കണക്റ്റിരിക്കുന്നത്. അപ്പം തിരിച്ചു വരുമ്പോൾ നമുക്ക് എല്ലാം ഒരുപോലെ മനസ്സിലാകും. സോളമൻ പ്രാർത്ഥിക്കുന്നത്, ദേവാലയം ആശീർവദിക്കുമ്പോൾ സോളമൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാരാണ്. 1 രാജാക്കന്മാർ 8, 41, 42 വചനങ്ങൾ. അവിടെ ആർക്കാണ് സ്ഥാനമെന്ന് നമുക്കറിയാൻ പറ്റും. സോളമന് യഹൂദന്മാരെ എല്ലാ കൊച്ചുകുഞ്ഞും കുട്ടി ആബാലവൃത്തം ജനങ്ങളെ എല്ലാം അവരുടെ ജീവിതവും എല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പരദേശികളെയും വിജാതിരെയും സോളമൻ്റെ അകത്ത് കയറ്റിയിട്ടില്ല ആ ദേവാലയത്തിൽ. അതിന് ഒരാൾ അങ്ങനെ എന്താ അതിന് കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് എന്താണ്? സോളമൻ 1 രാജാക്കന്മാർ 8:41 സോളമൻ പ്രാർത്ഥിച്ചു, അങ്ങയുടെ ജനമായ ഇസ്രയേലിൽ പെടാത്ത വിദേശി അങ്ങയുടെ മഹനീയ നാമത്തെ പറ്റി കേട്ട് ഈ ആലയത്തിന് നേരെ തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ അവിടുത്തെ നാമം അറിയാൻ
ഈ ആലയത്തെ അങ്ങ് ഞാൻ സമർപ്പിക്കുന്നു. ദാറ്റ് മീൻസ് ഈ പരദേശിക്ക് ഈ ദേവാലയത്തിൽ കയറാൻ അവകാശമില്ല. അതാണ് വിഷയം. അതുകൊണ്ട് പക്ഷേ ഇത് പിന്നീട് വന്ന പ്രവാചകന്മാർ ഇത് തിരുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ കുരിശുമരണം എന്തുകൊണ്ടുണ്ടായി? പെട്ടെന്നുണ്ടായി. എന്തിനു വേണ്ടിയാണ് നമ്മൾ പെട്ടെന്നുണ്ടായതിൻ്റെ ഒരു സാഹചര്യം ഈ ദേവാലയത്തിൻ്റെ വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളമൻ പോലും പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണത്? പരദേശികൾ, വിദേശികൾ, വിജാതിയരെ അവർ ഈ ആലയത്തെ തിരിഞ്ഞാൽ വെച്ചാൽ വഴിയെ പോകുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ അവരുടെ പ്രാർത്ഥന കേൾക്കണം. പക്ഷേ ഇതിനകത്ത് കയറാൻ അവർക്ക് പറ്റത്തില്ല. അതാണ് പ്രശ്നം. ഇതിനകത്ത് കയറി പ്രാർത്ഥിക്കാൻ അവർക്ക് ഇടമില്ല. ഇതിനകത്ത് ആ ദേവാലയത്തിൽ ഇടമില്ല. പക്ഷേ പിന്നീട് വന്നപ്പോൾ ഐസയ എന്താ പറഞ്ഞത്? ഐസയ 56:7 എൻ്റെ ആലയം എല്ലാ ജനതകൾക്കും വിജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോളമൻ്റെ ആ നടപടി തെറ്റാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ പ്രവാചകന്മാർ അത് ഉടമ്പടിക്കെതിരാണ്. ദൈവത്തോട് ചെയ്ത ഉടമ്പടിക്കെതിരാണ്. കാര്യം ഈ വിദേശികളെയും പരദേശികളെയും വിജാതിയരെയും പുറത്ത് നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തോട് നോക്കാൻ വേണ്ടി മാത്രമാണ് സോളമൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഐസയ വന്നപ്പോൾ ഐസയ തിരുത്തി പറഞ്ഞ് എൻ്റെ ആലയം ഇങ്ങനെ കുറേ വഴിപോക്കന്മാർക്ക് നോക്കിയാൽ മാത്രം പോരാ. ഐസയ 56:7 എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള എന്നേക്കുമുള്ള പ്രാർത്ഥനാലയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനാലയം സോളമൻ്റെ കാലം കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാർ തിരുത്തി പറഞ്ഞ് ഇത് നിങ്ങൾ ഇസ്രായേൽക്കാർക്ക് വേണ്ടി യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളവരല്ല, മറിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ദൈവം. അതല്ലേ കൃപാസനത്തിൽ വരുമ്പോൾ പണ്ടൊരിക്കൽ സ്വപ്നം ഉണ്ടായി. ഒരു സീക്കാസ് തിയേറ്റർ പോലെ ഒരു ഭയങ്കരമായ ഒരു ഓല ഷെഡ് പോലെ ഞാൻ അതിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. ഈ ഓലയൊക്കെ ചേടി വെക്കുകയാണ്. എന്നിട്ട് കുരിശില്ല, ഗോഡെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതാണ് സ്വപ്നം. എൻ്റെ ജീവചരിത്രത്തിലുണ്ട്, അത് ഹൃദയത്തിലുണ്ട്. അതായത് ദൈവം എപ്പോഴും സഭ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ എന്താണ്? എല്ലാ തരത്തിലുള്ള ജനതകളും, അതല്ല ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പേ വേശ്യകളായിരിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക പറയുമ്പോൾ എല്ലാത്തിനും ഉൾപ്പെടുന്നുണ്ട്. ഒരു അബദ്ധം ജീവിതത്തിൽ പറ്റിപ്പോയെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ മക്കൾ എന്നും കുന്നും ബ്രാൻഡ് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. ഈശോ അത് ആഗ്രഹിക്കണില്ല. ഈശോയെ ഒരു അബദ്ധം പറ്റിപ്പോയി, എനിക്ക് എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ ഇനി ആവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആ സമയത്ത് യേശുവിൻ്റെ ഹൃദയത്തിലെ, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ നിനക്കൊരു സ്ഥാനം കിട്ടും. കൈയടിച്ച് കർത്താൻ സ്വരലിയ. ഈ വചനം തൻ്റെ ദേവാലയം ഐസയ 56:7 അനുസരിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നുള്ള റീഇൻസ്റ്റേറ്റ് ചെയ്തു. റീഇൻസ്റ്റേറ്റ് ചെയ്യണതിന് എന്താ ചെയ്തെന്നറിയാവോ? ഒറ്റയ്ക്ക് ചെന്ന് ഇത് പറഞ്ഞാൽ ഏക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് പട്ടണത്തിലുള്ള മുഴുവൻ ജനങ്ങളെ കൂട്ടി. ഒറ്റക്കല്ല പോയത്, ഫിസിക്കൽ ഫോഴ്സാണത്. ശരിക്കും ലാസറിനെ ഉയർപ്പിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല. ജനം യേശുവിനെ കണ്ടപ്പോൾ ഇളകി വശായി. ആ ഉയർത്തെഴും, അതാണ് ഉത്ഥാനത്തിൻ്റെ ഭൗതിക ശക്തി എന്ന് പറയുന്നത്. ഉത്ഥാനത്തിൻ്റെ ഭൗതിക ശക്തി അനീതിയെ തട്ടിത്തകർപ്പിക്കാനുള്ളതാണ്. ഉത്ഥാനം ചെയ്തെന്ന് പറഞ്ഞ് വീടിൻ്റെ അളയക്കാർ കുത്തിയിരിക്കുന്നത്. നമ്മൾ കുറുക്കന്മാരൊന്നുമല്ല, ക്രിസ്ത്യാനികളാണ്. ശ്രുതിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 14:2 വചനമുണ്ട്. കയഫാസും അന്നാസും കർത്താവിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴേ ഇവന്മാർ തമ്മിൽ വാക്കുണ്ട്, നമ്മൾ തിരുനാളിനെ കൈവെക്കരുത്, കാരണം ജനം നമ്മളെ കൈവെക്കും. അതാണ് മർക്കോസ് 14:2. അപ്പം ജനം ഒരു ശക്തിയാണ്. ജനത്തിനെ ഇവർക്ക് പേടിയുവാ. ജനത്തെ നിർത്തിക്കൊണ്ട് കർത്താവിനെ കൈവെക്കാൻ പറ്റത്തുമില്ല. ജനകീയമായ ശക്തിയാണ് ഉത്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതിൻ്റെ ഭൗതികമായ ലെവലിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിക്കെതിരെയുള്ള ഒരു തച്ചുടക്കലായിട്ടാണ് വരുന്നത് ഉത്ഥാനത്തിൻ്റെ ശക്തി. ഉത്ഥാനത്തിൻ്റെ ശക്തിക്ക് 2 മാനങ്ങളുണ്ട്. ഒന്ന്, ഉത്ഥാന ശക്തി നിത്യതയിൽ നമുക്ക് പിതാവിൻ്റെ ഭവനത്തിൽ താമസിക്കാനുള്ള നിത്യമഹത്വത്തിൻ്റെ ശക്തിയാണ്. അതനുസരിച്ച് സുവിശേഷത്തിൻ്റെ കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷി. പക്ഷേ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷി എന്ന് പറയണത് ഇപ്പം തന്നെ ദേവാലയം, അവൻ ദേവാലയം ലക്ഷ്യമാക്കിയാണ് മൂവ് ചെയ്യണത്. ജനക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടുകൂടി ജനഒലിവിലകളൊക്കെ എടുത്ത് കഴുതപ്പുറത്ത് രാജാവായിട്ട് അധികാരിയായിട്ടാണ് അവൻ വരണത്. അവൻ അധികാരിയായിട്ട് വരുമ്പോൾ അവൻ പെട്ടെന്ന് പട്ടണം ഇളകി വശായി. ജനം ഒറ്റക്കെട്ടായി അവൻ്റെ കൂടെ അങ്ങോട്ട് കൂടിക്കഴിയുമ്പോൾ അവൻ്റെ ലക്ഷ്യം എന്താണ്? ദേവാലയത്തിൽ ഐസയായുടെ കാലത്തുള്ള സ്റ്റേജ് റീഇൻസ്റ്റേറ്റ് ചെയ്യണം. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു ഐസയ 56:7 പറഞ്ഞിരിക്കുന്നത്. ആ ലക്ഷ്യമാണ് ദേവാലയത്തെ എല്ലാ ജനതകൾക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി അവൻ ഈ ജനക്കൂട്ടത്തിൻ്റെ അകമ്പടി. ഇത് ഫിസിക്കൽ ഫോഴ്സാണ് ശരിക്കും. യോഹന്നാൻ 2:15 പറയണത് അവൻ ചമ്മട്ടി ഉണ്ടാക്കിയെന്നാണ് പറയണത്. ചമ്മട്ടി ഉണ്ടാക്കിയ ഈ ജനശക്തി ആവസിച്ചിട്ട് സമാഹരിച്ചിട്ട് അവൻ തന്നെ അവിടെ കിടന്ന് ഏതോ ആടിനൊക്കെ തട്ടി പറിക്കുന്നുണ്ടല്ലോ. ആദ്യം ചെയ്തത് ആടിനെ അഴിച്ചു വിട്ട് അതിൻ്റെ കഴുത്തെ കിടന്ന് കയറാണ് എടുത്ത് അവൻ ചമ്മട്ടി ഉണ്ടാക്കുന്നത്.
കാളയെ അഴിച്ചുവിട്ട് ആ മൃഗം വിൽപ്പനയ്ക്ക് വേണ്ടി കെട്ടിയിരുന്ന സംഭവങ്ങളെല്ലാം അവൻ അഴിച്ചുവിട്ടിട്ട് അതിൻ്റെ കഴുത്തെ കെട്ടിയിരുന്ന കയറെടുത്തിട്ട് ഇവൻ ചമ്മട്ടി ഉണ്ടാക്കി ശിഷ്യന്മാർ ഉണ്ടാക്കി കൊടുത്തതല്ല, ഇവൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. എൻ്റെ അടുത്ത് യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ടാണ്. ശിഷ്യന്മാർ ഉണ്ടാക്കി കൊടുക്കണം, എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയായിരുന്നു. ലാസറിൻ്റെ കല്ലെടുത്ത് മാറ്റിയത് ശിഷ്യന്മാരായിരുന്നു അല്ലേ? കഴുതയെ കൊണ്ടുവന്നത് ശിഷ്യന്മാരാണ്, പക്ഷേ ചമ്മട്ടി ഉണ്ടാക്കിയത് അവൻ തന്നെയാണ്. അപ്പം തന്നെ മനസ്സിലാക്കാം ഇത് ലക്ഷ്യം വേറെയാണെന്ന്. അതായത് പിതാവിൻ്റെ ഭവനമാണ് വിഷയം. പിതാവിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ മാത്രം കുത്തകയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരവിടെ നിന്ന് മാറ്റിക്കളഞ്ഞ്. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയാണ് അവൻ ഈ ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിക്കുന്നത്, ജനകീയ ശക്തി ഉപയോഗിക്കുന്നത്. ഇത് ഉത്ഥാനത്തിൽ ലാസറിൻ്റെ ഉത്ഥാനം കഴിഞ്ഞ് അവൻ്റെ വരവാണ്. ഉത്ഥാനത്തിൻ്റെ ഭൗതികമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ശരിക്കും കർത്താവ് പാപം ചെയ്തിട്ടില്ല, പക്ഷേ അതേസമയം തന്നെ ദൈവമാണെന്നും പറഞ്ഞതിന് ശേഷം നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഏതെങ്കിലും മൂലക്ക് കുത്തിയിരുന്ന അയ്യോ ഞാൻ പോകത്തില്ല, ഞാൻ അതിനകത്ത് ഇടപെടത്തില്ല, നമ്മളായി നമ്മുടെ വയറായി നമ്മുടെ ദൈവമായി നമ്മുടെ കാര്യം. അതായത് വിശ്വാസം എന്തുമാത്രം എല്ലാം പ്രയോഗ തലത്തിലെ ശരിക്കും അപസുവിശേഷവൽക്കരണമായി പോയി. ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ മാത്രം ഒരു അഭ്യാസ രൂപമായി മതം ഒരു അപസുവിശേഷത്തിൻ്റെ ഒരു സാമൂഹ്യ രൂപമായി മാറി. ഇതിനെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ ഉത്ഥാനത്തിന് ശക്തി പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കണം, ഞാൻ ഇറങ്ങി പ്രവർത്തിക്കണം. കാരണം എനിക്ക് 4 കേസ് മറ്റുണ്ട്. ഹൈക്കോടതി ഒരു കേസ് ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് തീർന്നേ ഉള്ളൂ. സുപ്രീം കോടതി നമ്മുടെ ജില്ലാ കോടതി 2 കേസ് ഉണ്ടായിരുന്നു, ഒരെണ്ണം ഇപ്പോൾ തീർന്നു. കളക്ടറേറ്റ് ഉപരോധിച്ചുണ്ടാക്കിയതാണ്. കാര്യം ഒരു സമൂഹത്തിൽ അനീതി നടക്കുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ നിലനിൽക്കേണ്ടത് ഉത്ഥാനത്തിൻ്റെ ശക്തിയാണ്. എനിക്ക് സുഖമാണ് കുർബാന ചൊല്ലിക്കൊണ്ടകത്തിരിക്കാനും പത്രം എടുത്ത് വായിക്കാനൊക്കെ സുഖമാണ്, ഒരു കുഴപ്പമില്ല. സുഖമുള്ളൊരു ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കി നമ്മൾ എടുക്കുകയാണ്. ക്രിസ്ത്യാനിറ്റി സുഖമുള്ളതല്ല, ക്രിസ്ത്യാനിറ്റി ഉത്ഥാനത്തിൻ്റെ സൗഖ്യമാണ് എന്നുള്ളത്, ഉത്ഥാനത്തിൻ്റെ ശക്തി. ഞാൻ അങ്ങനെ നീതീകരിച്ച് സംസാരിക്കുകയല്ല, പക്ഷേ സഭ ഈ വിഷയത്തിലെ ഒരു സാമൂഹ്യ വിഷയങ്ങളിലെല്ലാം സുവിശേഷത്തിൻ്റെ ഒരു നിലപാടുണ്ട്. അവനാരെയും തല്ലിയൊന്നുമില്ല കേട്ടോ, നിങ്ങൾ തല്ലിയൊന്നും ചിത്രീകരിക്കേണ്ട. അവൻ ചമ്മട്ടി ഉണ്ടാക്കി ആടുകളെ നാണയമാറ്റക്കാരെ തട്ടിമറിച്ചു, എടുത്തുകൊണ്ട് പോകാം. ആടുകളും പ്രാവ് വിൽപ്പന പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് അവൻ പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ യു മേക്ക് ഇറ്റ് എ ഡെൻ ഓഫ്, അതായത് റോബേഴ്സ് എന്നാ പറഞ്ഞത്. അത് ജെറമിയായുടെ വചനമാണ്. ജെറമിയ 7:11 വചനമാണ്. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഭവനം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ദാറ്റ് മീൻസ് പ്രവാചകൻ ജെറമിയായി ഉണ്ട് ഇതിൻ്റെ 7:11. ഐസയ മാത്രമല്ല, യേശു പ്രവാചകന്മാരുടെ പൂർത്തീകരണമാണ്. ഇങ്ങനെ ഐസയായും മിക്കായും സക്കറിയായും ജെറമിയായും എല്ലാവരും ഇങ്ങനെ നിറഞ്ഞ് യേശുവിൽ നിൽക്കുന്ന ഒരു സമയമാണ് പ്രവാചകൻ്റെ പൂർത്തീകരണമായിട്ട്. എന്നിട്ടാണ് പറയണത് എൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കി. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഹെറോദേസ് നമ്മുടെ സോളമൻ്റെ ദേവാലയത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്ഥാനമില്ലായിരുന്നു. അതിനുശേഷം ആണ് ഐസയായും ജെറമിയായും വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയല്ല ദേവാലയം പണിയേണ്ടത്, ഈ ദേവാലയം എല്ലാ ജനതകൾക്കും ഇതിൻ്റെ സ്ഥാനം ഉണ്ടാകണം, അവർക്കെല്ലാം കൂടി ഒരു ദൈവമേ ഉള്ളൂ, യഹൂദൻ്റെ ദൈവമായിട്ട് ദൈവം അതിനെ മൊണോപ്പൊളിയായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ്. അത് ജെറമിയയുടെ കാലം വന്നപ്പോൾ ഐസയുടെ കാലത്തേക്കാൾ ഗതികേട് വന്നായിരുന്നു. അതായത് ദേവാലയത്തിലെ ഇവർ കച്ചവടങ്ങൾ തുടങ്ങി. അതുകൊണ്ടാണ് റോബറി എന്ന് പറയുന്നത്, ഡെൻ ഓഫ് റോബേഴ്സ് എന്ന് പറയുന്നത്. ദേവാലയത്തിൻ്റെ നേവിലെ അവർ കച്ചവടങ്ങൾ തുടങ്ങി. അതിനെതിരെ ജെറമിയ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇവർ ജെറമിയായൊക്കെ സംസാരിച്ചെങ്കിലും അവർക്കാർക്കും ഇത് വന്ന് തല്ലി ഇവരെ പുറത്താക്കാൻ പറ്റിയില്ല. കാര്യം അവർക്ക് ജനക്കൂട്ടത്തിൻ്റെ അകമ്പടിയില്ലായിരുന്നു. യേശു വന്നപ്പോൾ യേശുവിൻ്റെ കൂടെ ജനക്കൂട്ടത്തിൻ്റെ അകമ്പടി വന്നത് ലാസറിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലാണ് ഫിസിക്കൽ ഫോഴ്സ് ഉണ്ടായത്. എപ്പോഴും നമ്മൾ ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിക്കാം, പക്ഷേ ഉത്ഥാനത്തിൻ്റെ ശക്തി വേണം. ലാസറിനെ ഉയർപ്പി സഭയ്ക്കുമായാലും ഉത്ഥാനത്തിൻ്റെ ശക്തി വേണം. ജെറമിയായ്ക്ക് വേണമെങ്കിൽ ദേവാലയത്തിൽ ക്ലൻസ് ചെയ്യാമായിരുന്നു, അദ്ദേഹം അത് ഡെൻ ഓഫ് റോബേഴ്സ് എന്ന് പറഞ്ഞതാണ്. ഐസയായ്ക്കും ദേവാലയം ക്ലൻസ് ചെയ്യാമായിരുന്നു, പക്ഷെ അവർക്കാർക്ക് ജനകീയ ശക്തി ഇല്ലായിരുന്നു. യേശുവിന് ശക്തി ഉണ്ടായത് ലാസറിൻ്റെ ഉത്ഥാനത്തോട് വന്നിട്ടുള്ള ജനകീയമായിട്ടുള്ള സമാഹരണമാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ ഓശാനയുടെ അവസാനം സംഭവിക്കുന്ന വിഷയങ്ങൾ എന്താണ്? നാണയമാറ്റക്കാരാണ്. അതായത് ഇസ്രായേലിൻ്റെ പുറത്തുള്ള ആൾക്കാരുടെ നാണയം, റോമക്കാരുടെ നാണയം അല്ലെങ്കിൽ പേർഷ്യക്കാരുടെ നാണയം ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് അവിടെ തലയൊക്കെ ഉള്ള കാരണം, രൂപമുള്ള കാരണം, അത് വിഗ്രഹാരാധന കാരണം ശരിക്കും ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല യഹൂദൻ്റെ വിശ്വാസം അനുസരിച്ച്. അതുകൊണ്ട് ആ നാണയത്തിന് മാറ്റി കൊടുത്തിട്ട് ഇസ്രായേൽ നാണയം ഇടാൻ പറയും. പക്ഷേ അപ്പോൾ കമ്മീഷനുണ്ട്, കമ്മീഷൻ ഒരു ഭയങ്കര കമ്മീഷനാണ്, നല്ല കമ്മീഷനാണ്. അതുപോലെ ലെവേ പുസ്തകം അനുസരിച്ച് ആടിനെയൊക്കെ ഊനമറ്റായിരിക്കണം, 16:8 ഉണ്ടത്, ഊനമറ്റതായിരിക്കണം, ചട്ടക്കാലം ഉണ്ടാകരുത്, കോങ്കണ്ണം ഉണ്ട്, അത് കൊമ്പൊടിഞ്ഞാകരുത്, അതുകൊണ്ട് ഊനമറ്റ ആടിനെ വേണം. അപ്പോൾ ആടിനെ നമ്മൾ കൊണ്ടുവന്ന ആടിനെ ഇവർ സ്വീകരിക്കത്തില്ല, അവർ വേറെ ആടിനെ അവിടെ കൊടുക്കും. ദേവാലയത്തിൽ നിന്ന് ലക്ഷണമൊത്ത ആടിനെ കൊടുക്കുമ്പോൾ പക്ഷേ അവർ പറയുന്ന വിലയാണ്.
അപ്പോൾ ആട് കച്ചവടത്തിൽ അവർക്കൊരു കമ്മീഷനുണ്ട്, ദേവാലയത്തിന് അകത്തൊരു വേറെ ലാഭമുണ്ട്. ഇതെല്ലാം അന്നാസും കയ്യാപ്പാസും കൂടി പങ്കിട്ടെടുക്കുന്നതാണ്. അപ്പോൾ ദേവാലയം പുരോഹിതന്മാർ തന്നെ ഇതിൻ്റെ അകത്ത് ആട് കച്ചവടം നാണയ കച്ചവടമൊക്കെ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ഹെറോദിസിൻ്റെ ദേവാലയം 37 കൊല്ലം, യേശുവിന് 37 കൊല്ലം മുമ്പ് സോളമൻ്റെ ദേവാലയം ഇടിച്ചു പിടിച്ച് കളഞ്ഞായിരുന്നു. യേശുവിന് 37 കൊല്ലം മുമ്പ്. എന്നിട്ട് ഹെറോദേസ് ദേവാലയം പണിത്. അതിനകത്ത് കോർട്ട് ഓഫ് ജെൻഡേഴ്സ് ഉണ്ട്, അതിനകത്ത് വിജാതിയുടെ സ്ഥലമുണ്ട്. പക്ഷേ ഈ വിജാതിയുടെ സ്ഥലമാണ് അന്നാസും കയ്യപ്പാസും കയ്യേറിയത്, ആട് വിൽപ്പനയും നാണയമാറ്റം തുടങ്ങിയത്. ആ വിജാതിയുടെ സ്ഥലം വിമോചിപ്പിച്ചുകൊണ്ട് എൻ്റെ ആലയം, അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള ആലയം എന്നറിയപ്പെടും, നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കിയെന്ന്. ഈ ഒരു വിഷയമാണ് പെട്ടെന്ന് കുരിശുമരണത്തിലേക്ക് വരാനുണ്ടായിരുന്ന സാഹചര്യം. അതായത് സമൂഹത്തിലെ ദൈവത്തിനെ എല്ലാവർക്കും വേണ്ടി കർത്താവ് സ്വതന്ത്രമാക്കി. അതാണ് വിഷയം. അതാണ് കുരിശുമരണത്തിൻ്റെ ലക്ഷ്യം. അതാണ് കുരിശുമരണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ കാര്യം നമുക്കറിയാമല്ലോ, 14:2 അതായത് ഫിസിക്കൽ ഫോഴ്സ് ഉൾപ്പെടെ യേശുവിൻ്റെ അധീനത്തിലായിപ്പോയായിരുന്നു. എല്ലാ ആത്മീയ ശക്തി മാത്രമല്ല, ജനകീയ ശക്തിയും രാഷ്ട്രീയ ശക്തിയുമെല്ലാം യേശുവിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് യേശു തന്നെ ഈ പിതാവിനെ സമർപ്പിക്കുന്നത്. അതാണ് കുരിശുമരണത്തിൻ്റെ ലക്ഷ്യം. നമ്മളത് വായിക്കുന്നത്, ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിൻ്റെ ആക്കിയിരിക്കുന്നു. സമസ്തം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫിസിക്കൽ ഫോഴ്സ് ഉണ്ട്, ഫിസിക്കൽ ഫോഴ്സ് ജനകീയ ശക്തി കൂടി ഉണ്ട്. അതാണ് സമസ്തം എന്ന് പറയുന്നത്. അതായത് 1 കൊറിന്ത്യസ് 15:27 ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. എന്നാൽ സമസ്തം അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവനൊഴികെ എന്നത് സ്പഷ്ടം. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രനെ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകാൻ വേണ്ടിയാണ്. ഇത് സെക്കൻഡ് പരീക്ഷയിൽ സംഭവിക്കുന്നതാണ്, നിത്യതയിൽ സംഭവിക്കുന്ന കാര്യമാണ്. പിതാവിനെ സമസ്തവും യേശു ക്രിസ്തുരാജ തിരുനാളിൽ നമ്മൾ ഇതാണ് വായിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ നോക്കുമ്പോഴേ ഫസ്റ്റായിട്ട് ദൈവം സമസ്തവും ഈ ഫിസിക്കൽ ഫോഴ്സ് ഉൾപ്പെടെ ജനകീയ ശക്തി ഉൾപ്പെടെ യേശുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കുമ്പോഴേ ഈ സമസ്തവും യേശു തന്നെയും കുരിശിലെ ഈ ശക്തി ഉൾപ്പെടെ പിതാവിന് സമർപ്പിക്കും. എന്തിനു വേണ്ടിയാണ്? ദൈവം എല്ലാവർക്കും എല്ലാം ആകാൻ വേണ്ടിയാണ്. കുരിശുമരണത്തിൻ്റെ ലക്ഷ്യം അതാണ്. അവനെ നോക്കുന്നവരെ പ്രകാശിതരാകും. അവനെ നോക്കുന്നവർ പ്രകാശിതരാകും. ആര് നോക്കിയാലും, ക്രിസ്ത്യാനി നോക്കിയാൽ പ്രകാശിതരാകുമെന്നല്ല, അവനെ നോക്കുന്നവരെ ദൈവം എല്ലാവർക്കും ആകാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ കുരിശുമരണം. അതിനു മുമ്പുള്ള ജനകീയ ശക്തി സമാഹരണം പോലും അവിടെ നടക്കുന്നുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശത്തിനൊക്കെ മനസ്സിലായോ? എന്ന് വെച്ചാൽ യേശു എല്ലാമാണ്, എല്ലാവർക്കുമാണ്. അതുപോലെ തന്നെ ആണ് 1 കൊറിന്ത്യസ് 15:27-28 ദൈവം എല്ലാമാണ്, എല്ലാവർക്കുമാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ നിനക്ക് സംഭവിക്കുന്നത് എന്താണ്? നീ ഏത് ജാതിപ്പെട്ട ആളായാലും, ഇപ്പോൾ മുസ്ലിംസ് ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഹിന്ദുസ് ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ ജാതിയും മതമൊന്നും പറയുന്ന കാര്യമില്ല, മനുഷ്യൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. മനുഷ്യന്മാർ ആരെല്ലാം ഉടമ്പടി എടുത്തോ ദൈവം എല്ലാവർക്കും എല്ലാമാണെന്നാണ് 1 കൊറിന്ത്യസ് 15:27. അങ്ങനെ ദൈവം എല്ലാവർക്കും എല്ലാം ആകാൻ വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടതും പിതാവിനെ നമുക്ക് സമർപ്പിച്ചതും. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേവാലയത്തിൻ്റെ തിരശ്ശീല കീറിക്കളയണത്. അപ്പോൾ സോളമൻ്റെ കാലത്ത് പുറത്തു നിന്ന ആൾക്കാർ യേശുവിൻ്റെ ഈ പീഡാസഹനത്ത് പാപത്തിന് പരിഹാരം ചെയ്തതോടുകൂടി അത് എല്ലാവരുടെയും പാപത്തിനാണ്, ക്രിസ്ത്യാനിയുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല, മനുഷ്യ പ്രകൃതിക്ക് മുഴുവനുള്ള പരിഹാരമായി എന്നേക്കുമായി അവൻ പരിഹാരം ചെയ്ത് കഴിയുമ്പോഴേ എല്ലാവർക്കും ദൈവം എല്ലാമായി തീരുകയാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. മഹത്വം, ആരാധന.